ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം എത്ര മണിയായെന്നറിയോ? വെളുപ്പിനാണോ രാത്രിയാണോ എന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യോ? വെളുപ്പിനല്ലട്ട, രാത്രി തന്നെയാണ്. ഇപ്പം ഏകദേശം ഒരു 10-10:30 മണിയായിട്ടുണ്ട്. ഞങ്ങളൊരു 10 മണിയോട് കൂടിയിട്ടാണ് ആനാപ്പുഴയിൽ നിന്ന് വന്നത്. ഇപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇട്ട വേഷം തന്നെയാണ്, രാവിലെ ഇട്ട വേഷം തന്നെയാണ് ഇത്. മേലൊക്കെ ഞാൻ കഴുകി കേട്ടോ. മേലെ കഴുകിയിട്ട് വിളക്കൊക്കെ കത്തിച്ചു. വന്നിട്ട് ഈ ഡ്രസ്സ് തന്നെ എടുത്തിട്ടു കേട്ടോ. വീട്ടിലിടുന്ന ഡ്രസ്സ് അവിടെയാണ്, ആനാപ്പുഴയിലാണ് വിളക്കൊക്കെ കത്തിച്ചത്. ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞാൻ തുമ്പിമുള്ള എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ഡ്രസ്സ് തന്നെ എടുത്തിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നാളെ മലമ്പുഴക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എന്തുട്ടാ, നാളെ രാവിലത്തെ ഭക്ഷണം നമ്മൾ കൊണ്ടുപോകണം. പിന്നെ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉച്ചക്കലത്തെ ഭക്ഷണം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ഭക്ഷണം കൊണ്ടുപോകണം. അപ്പോൾ അത് രാവിലെ നാളെ 7 മണിക്ക് വണ്ടി വരും. അപ്പോൾ ഇതെല്ലാം കൂടി ആവുമെന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പം തന്നെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. അതായത് നൂലപ്പം മുട്ടക്കറിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നൂലപ്പം ഞാൻ ഇപ്പം തന്നെ ഉണ്ടാക്കി വെച്ചേ. മുട്ടക്കറി നാളെ പാലൊക്കെ പിഴിയാനുള്ളതല്ലേ, അപ്പോൾ നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നാളെ ഒരു 4-4:30 മണിയാകുമ്പോൾ എണീക്കണം. ടാസ്ക് എന്ന് പറയുന്നത് തുമ്പിനെ ആനാപ്പുഴയിലാക്കിയിട്ട് വേണമല്ലോ എനിക്ക് വരാനായിട്ട്. അപ്പോൾ അതാണൊരു ടാസ്ക്. സുധിച്ചേട്ടനെ കുത്തി എണീപ്പിച്ചിട്ട് ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് വേണം സുധിച്ചേട്ടനെ വരാനായിട്ട്. സുധിച്ചേട്ടനെ എണീപ്പിക്കൽ ഇത്തിരി റിസ്ക് ഉള്ള പണിയാണ്, ടാസ്ക് എന്ന് തന്നെ പറയാം. ചിലപ്പോൾ ആൾക്ക് ദേഷ്യമൊക്കെ കയറും. അങ്ങനെ എന്ത് ചെയ്തു, അപ്പം ഞാൻ നൂലപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചു, തേങ്ങ ചിരകി വെച്ചു. പിന്നെ എന്തുട്ടാ, 2 വലിയ കുപ്പി വെള്ളം എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതെടുത്തു. പിന്നെ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ലേസ്, ചിപ്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും, ഓറഞ്ച്, പിന്നെ എന്തിട്ട് ഒരു ഫ്രൂട്ടിയുടെ ഒരു കുപ്പി, അതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. ഡ്രസ്സൊക്കെ ഓൾറെഡി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്താ, രാവിലെ തുടങ്ങി സുക്രുവിൻ്റെ ഡാൻസും കാര്യങ്ങളായിട്ട് ആകെ ഞാൻ ടയേർഡാണ്. കാലൊക്കെ പൊന്തിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര വേദന എന്ന് വെച്ചാൽ അമ്മനെ കൊണ്ട് വീട്ടിൽ ഓയിൽമെൻ്റൊക്കെ തടകി തന്നിരിക്കുകയാണ്. തൊടയുടെ അവിടെയൊക്കെ ഭയങ്കര വേദനയാണ്, രക്ഷയില്ല. കാലിൻ്റെ ആ ഒരു മൊത്തം മുകളിൽ തൊട്ട് അടി വരെ ഭയങ്കര വേദനയാണ്. കാല് മൊത്തം, കാലാണ് കൂടുതൽ വേദന. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ചെയ്തെന്ന്. അതിന് ശേഷം ഞാൻ പോയി കിടക്കട്ടെ കേട്ടോ. എന്നിട്ട് നാളെ കാണാവേ. അപ്പോൾ നമുക്ക് എന്നിട്ടാണ് നാളത്തെ വിശേഷങ്ങളെല്ലാം കൂടി ഉണ്ടാവും ഈ ഒരു വ്ളോഗിൽ. ഞാൻ പിന്നെ ഈ രാത്രി എടുത്ത് തുടങ്ങുന്നേ ഉള്ളൂ. അത് നമുക്ക് നാളെ മലമ്പുഴയിലൊക്കെ വെച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടൂർ പോകുന്നതിൻ്റെ തലേ ദിവസം നൂലപ്പം ഉണ്ടാക്കി വെക്കാനുള്ള ഐഡിയ പറഞ്ഞു തന്നത് അമ്മയാണ് കേട്ടോ. അമ്മ പറഞ്ഞു, നീ ഇപ്പം തന്നെ വീട്ടിലേക്ക് ചെന്നിട്ട് നൂലപ്പം ഉണ്ടാക്കി വെച്ചോ, പിന്നെ പിറ്റേ ദിവസം അതൊന്ന് ആവി കയറ്റിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. അത് ഭയങ്കര വലിയൊരു കാര്യമായിട്ടോ. കാരണം പിറ്റേ ദിവസം എൻ്റെ കുറേ സമയം അതുകൊണ്ട് ലാഭമായി കിട്ടി. പിന്നെ എന്താ, തിളപ്പിച്ച് വെള്ളം കെറ്റിലിൽ നിന്ന് ഞാൻ കലത്തിലോട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നാളെ രാവിലെ വളരെ എളുപ്പമാണ്. ഇനി നാളികേരം ഒന്ന് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കണം. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ കേട്ടോ. എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. അപ്പോൾ നമുക്ക് രാവിലത്തെ വിശേഷങ്ങളായിട്ട് കാണാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് അടുത്തടുത്ത് നല്ല നല്ല കണ്ടൻറ്റായിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷങ്ങൾ കാണാം. ഹലോ, അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്, 3:30 മണിയായിട്ടുണ്ട് കേട്ടോ. 4 മണിക്കാണ് അലാറം വെച്ചത്. പക്ഷേ ടൂർ പോകണൊരു എക്സൈറ്റ്മെൻറ്റിൽ പോയവരൊക്കെ എണീച്ചോട്ടെ. ഞാൻ എക്സൈറ്റ്മെൻറ്റ് മാത്രമല്ല, ഇതൊക്കെ തീർക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഒരു ഇതുണ്ടാവില്ല. ഇപ്പം എനിക്ക് വീഡിയോ എടുക്കണമല്ലോ. വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് സമയം വൈകുമല്ലോ. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത്ര നേരത്തെ എണീറ്റിട്ടും ഞാൻ കറക്റ്റായ ഒരു 7 മണി 7:15 എത്തുള്ളൂ. അതാണ് എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെന്തുട്ടാ, നൂലപ്പൊക്കെ ഞാൻ ഓൾറെഡി ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഒന്നും കൂടെ ആവി കയറ്റിയാൽ മതി. നമുക്ക് പോയിട്ട് മുട്ടക്കറി ഉണ്ടാക്കാം. മുട്ടക്കറി ഉണ്ടാക്കിയിട്ട് വെള്ളമൊക്കെ നിറച്ച് വെച്ച് പോയി റെഡിയാവാം. എന്നിട്ട് റെഡി ആവണ്ട, കുളിച്ചിട്ട് എന്ത് ചെയ്യാം, റെഡി ആവണതിന് മുന്നേ നമ്മുടെ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ തന്നെ ഇട്ടിട്ട് സുക്രുവിനെ റെഡിയാക്കാം. എന്നിട്ട് ഞാൻ പോയി റെഡിയാവാം. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഞാൻ നനയില്ലേ, വീണ്ടും നനയില്ലേ, നല്ല ഡ്രസ്സ് ഇട്ടിട്ട് നനയില്ലേ. അപ്പം അത് വേണ്ട. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് പോയിട്ട് ആദ്യം തന്നെ പോയി മുട്ടക്കറി വയ്ക്കാം. കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ആദ്യം തന്നെ പോയി എടുത്ത് വയ്ക്കാം. ഓക്കെ, കമാൺ. അതിൻ്റെ ഇടയ്ക്ക് തുമ്പിക്കുട്ടി എണീറ്റ് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അടിപൊളി. അപ്പം നമ്മൾ നോക്കിയും കണ്ട് വേണം ഓരോ സാധനങ്ങൾ എടുക്കുക, ശബ്ദം ഉണ്ടാക്കുക, അങ്ങനെ ചെയ്യാനാട്ടോ.
വല്ല പഠിക്കാനോ വല്ലതാണെങ്കിൽ ഈ സമയത്ത് എണീക്കുമല്ലേ. അത് നമ്മുടെ ഒരു മൈൻഡിൻ്റെ പ്രശ്നമാണല്ലേ. പഠിക്കുന്ന കാര്യമാകുമ്പോൾ നമുക്കൊരു ഇത്തിരി ഒരു ഇഷ്ടമില്ലായ്മ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എണീക്കാൻ അങ്ങോട്ട് പറ്റില്ല. അതേസമയം വല്ല ടൂറ് പോക്കാണെങ്കിൽ കണ്ട് എനിക്ക് ഉറക്കമില്ല, ഒന്നുമില്ല, ചടപടാന്നും പറഞ്ഞ് എണീക്കുന്നു. അതാണ് നമ്മുടെ പ്രശ്നം, മനസ്സിലായോ? നമ്മുടെ മൈൻഡിൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുക, നമുക്ക് ടൂറാണ് എന്തായാലും എണീക്കണം. അതുകൊണ്ട് എനിക്ക് മര്യാദ ഉറക്കം പോലും ഉണ്ടായില്ല. നമുക്ക് ആദ്യം തന്നെ മുട്ട പുഴുങ്ങാനിടാം. ഓക്കെ, ഇന്ന് ഞങ്ങളൊരു റിലാക്സ് ആയിട്ടാണ് പണികളൊക്കെ ചെയ്യുന്നത്. കാരണം എനിക്കൊരു മുട്ടക്കുറുമ മാത്രം ഉണ്ടാക്കിയാൽ മതി. അമ്മ പറഞ്ഞു തന്ന ഐഡിയ വളരെയധികം എനിക്ക് പ്രയോജനപ്പെട്ടു. നൂലപ്പം ഞാൻ ആവി കയറ്റാനായിട്ട് അവിടെ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഒരു ടെൻഷൻ എന്ന് വെച്ചാൽ ഗ്യാസ് തീരാറായിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് നിറച്ചത് ആനാപ്പുഴയിൽ ഇരിക്കാണ്, കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇതെങ്ങാനും തീരുമോ എന്നുള്ളത്. പക്ഷേ ദൈവം സഹായിച്ച് തീർന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് വെള്ളം തിളപ്പിക്കാൻ ഞാൻ കിറ്റിൽ വെള്ളം തിളപ്പിച്ച് വെച്ചേട്ടോ. ഇനി എങ്ങാനും വെള്ളം തിളപ്പിക്കാൻ വെച്ച ഗ്യാസ് എങ്ങാനും തീർന്നാലോ, നമുക്ക് കറി ഉണ്ടാക്കണമല്ലോ. അങ്ങനെ എന്ത് ചെയ്തു, നമ്മളിതേ തിളപ്പിച്ച വെള്ളം ഇന്നലെ തന്നെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 വലിയ കുപ്പിയിൽ ഞാൻ നിറച്ചുകൊണ്ട് പോവായിരുന്നു കേട്ടോ വെള്ളം. എന്തായാലും അത്യാവശ്യമാണ്. നമുക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അവിടെ പോയപ്പോൾ വെള്ളം ഇരുന്നിട്ട് ആവശ്യം. കാരണം നല്ലോണം ചൂടും കാര്യങ്ങളും വെയിലും ഉണ്ടായിരുന്നു. പിന്നെ മക്കൾക്കായാലും ധാരാളം വെള്ളം കുടിക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ വെള്ളമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് എടുത്തത് കേട്ടോ. പിന്നെ ഒരു കേസ് വെള്ളമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല 2 വെള്ളം കുപ്പിയിൽ നമ്മൾ വെള്ളം നിറച്ച് കൊണ്ടുപോയേ. അതിനുശേഷം ഇന്നലെ ചിരകി വെച്ച ആ ഒരു നാളികേരത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ 10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് അടിച്ചെടുത്തത്. പിന്നെ അതേ കുറുമക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വേഗം അരിഞ്ഞെടുക്കുകയാണ്. ഞാൻ 3 മണി 3:30 ആയപ്പോൾ എണീറ്റിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സമയം ബാക്കിയുണ്ട്. പിന്നെ എനിക്ക് കുറച്ചധികം ഗെറ്റ് റെഡി വിത്തുമയൊക്കെ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വഴി ഞാനതൊക്കെ അപ്ലോഡ് ചെയ്യാം. പിന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് വൈകുന്നുണ്ട്. കാരണം വന്നപ്പോൾ തുടങ്ങി, എനിക്ക് പോയപ്പോൾ വലിയ ക്ഷീണം ഉണ്ടായിരുന്നില്ല. വന്നതിന് ശേഷം കുറച്ച് ക്ഷീണമൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് മടിയൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോഴാണൊന്നും സ്റ്റഡിപടി ആയത്. അപ്പോൾ കറക്റ്റായിട്ട് ഇന്ന് തുടങ്ങി എന്തായാലും വീഡിയോസൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ വേപ്പിലേക്ക് ഞാനെടുത്ത് കഴുകിയിട്ട് എടുത്ത് വെച്ചു. പിന്നെ ചടപടാന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ. നമ്മുടെ ഇടിയപ്പൊക്കെ അതേ ആവി കയറ്റി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരടപ്പിൽ ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. ചായ ഞാൻ ഇപ്പോഴാണ് വെച്ചത് കേട്ടോ. കുറച്ച് നേരത്തെ തന്നെ വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇപ്പം തന്നെ ചായ എടുത്ത് വെച്ചു. പിന്നെ അതേ നമ്മൾ കുറുമ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാൻ കേട്ടോ. എന്നോടൊരു ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എപ്പോഴും മുട്ടക്കുറുമയാണോ അല്ലെങ്കിൽ വെജിറ്റബിൾ കുറുമ. എനിക്കതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് പിടിച്ചു ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമല്ല നമ്മൾ തിന്നും. നമുക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ ഉണ്ടാക്കിയിട്ട് വെറുതെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് തിന്നുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുമില്ല. അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ താരം എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 മണി വെളുപ്പിന് എണീറ്റ് കണ്ണൊക്കെ തുറന്ന് കാത്തു കൊണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ടി വിയിലാണ് കേട്ടോ കൂടുതലും കാണിക്കാറ്. അപ്പോൾ അതാവുമ്പോൾ കണ്ണിന് വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ, നമുക്ക് പണികൾ നടക്കും. അങ്ങനെ അവൾക്ക് അവിടെ ടി വി വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്താണ്. പിന്നെ സുക്രുവിന് കുറച്ച് കാടമുട്ടയും കൂടെ പുഴുങ്ങി വെക്കുന്നുണ്ട് കേട്ടോ. സുക്രുവിന് ഈ ദരിവ് കാരണം തിന്നില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ടക്കുറുമയൊക്കെ റെഡിയായി. ഞാൻ അവിടെ നമ്മുടെ കടുകൊക്കെ വറുത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തു, പിന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ കേട്ടോ. ഞാൻ അധികം തന്നെ നൂലപ്പ് എടുത്ത് വെക്കുന്നുണ്ട്. കാരണം കൂടെ കുറേ പേരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കും കൂടെ കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഒരു 5-6 എണ്ണം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് സുക്രുവിനും കൂടെ ഏകദേശം ഒരു 3 എണ്ണം മതി. അങ്ങനെ ആ പാത്രം നിറച്ച് നൂലപ്പ് എടുത്ത് വെച്ച്. ഈ പാത്രത്തിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം വരെ ചൂടായിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ, ഒരു കാസറോൾ എഫക്റ്റ് കൊടുക്കും. അതുകൊണ്ട് തന്നെ നല്ലതാണ്. സൂചന എന്തോ ഗിഫ്റ്റ് കിട്ടിയതാണ് പണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, നൂലപ്പ് എടുത്ത് വെച്ചു. പിന്നെ ഇനി കറിയൊക്കെയാണ് എടുത്ത് വെക്കേണ്ടത്. വെള്ളം നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ റെഡിയായൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ പിറ്റേ ദിവസം വരുന്നതാണ്. ഇത് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനായിട്ട് ഈ ഒരു വീഡിയോ. പോയ വീഡിയോ കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലോങ് ആയി പോകും. അതാണ് കേട്ടോ ഇടാഞ്ഞത്. അപ്പോൾ അത് അടിപൊളി ടൂറായിരുന്നു. അപ്പോൾ ടൂർ വീഡിയോ ഇതിൻ്റെ പുറകെ വരുന്നതാണ്. എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണണേ. അപ്പോൾ എല്ലാവരും ടൂർ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റാ.